നയിക്കുക. സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാലഘട്ടത്തില്, പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സമയത്ത്, ഏറെ അർത്ഥവത്തായി ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന ഈ വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് ഭക്തിഗാനത്തിന്റെ മലയാളം വിവർത്തനമാണ് നമ്മൾ കേട്ടത്. കുഞ്ഞുനാൾ മുതലേ മിക്കവാറും മരിച്ചടക്കും ഒക്കെ കഴിയുമ്പോഴും അല്ലെങ്കിൽ കുഴി വെഞ്ചിരിപ്പ് ഒക്കെ ഉള്ള സമയത്ത് ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളിയിലെ കൊച്ചച്ഛനെ ഇപ്പോഴും ഓർക്കുന്നു. അച്ഛനോടൊപ്പം സഹായിയായിട്ട് പോകുമ്പോൾ അച്ഛൻ പാടുന്ന ഈ പാട്ട് വളരെയധികം ഹൃദയത്തിൽ ഒരുപാട് ഹൃദയസ്പർശിയായിട്ട് എന്നും സൂക്ഷിക്കുന്ന ഒരു പാട്ടാണ്. ഇന്ന് അത് ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ സ്വർഗഗൃഹത്തിൽ നിന്നുള്ള ആ അകൽച്ച, ആ ദൂരം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രകാശമായിട്ട് എല്ലാ മതങ്ങളിലും ദൈവത്തെ കാണുന്ന ഒരു രീതിയുണ്ട്. ദൈവം പ്രകാശമാണ് എന്ന് ബൈബിൾ വളരെ സുവ്യക്തമായിട്ട് പറയുന്ന വചനഭാഗങ്ങൾ നമുക്കറിയാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ഈശോ പറഞ്ഞു. ലോകത്തിന്റെ പ്രകാശമാണ് ഞാനെന്ന് ഈശോ അവകാശപ്പെടുകയാണ്. യെശയ്യാ പ്രവചനത്തിലെ 49 അധ്യായത്തില് നമ്മൾ കാണുകയാണ്, ദൈവം പറയണേ, ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി നൽകിയിരിക്കുന്നു. അതിന് കാരണം പ്രവാചകൻ പറയുകയാണ്, എന്റെ രക്ഷ ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകിയിരിക്കുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ഈശോ തിരിഞ്ഞ് തന്റെ ശിഷ്യന്മാരെ നോക്കി പറയും, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഓരോ ക്രിസ്തു ശിഷ്യനെ നോക്കിയും ഓരോ ക്രിസ്ത്യാനിയെ നോക്കിയും ഓരോ ദൈവപൈതലിനെ നോക്കിയും ദൈവം പറയാണ്, നീ ലോകത്തിന്റെ പ്രകാശമാണ്. പ്രകാശം ഒരു വലിയ ശക്തിയാണ് എന്ന് നമുക്കറിയാം. ശാസ്ത്രം പറയുന്നു, പ്രകാശത്തെ നിർവചിക്കാനായിട്ട് ശാസ്ത്രത്തിന് ഇന്നുവരെ സാധിച്ചിട്ടില്ല. ആ പ്രകാശം എന്താണ് എന്ന് ശാസ്ത്രത്തിന് ഇന്നുവരെയും കണ്ടെത്താൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. ശാസ്ത്രം പറയുന്നു, ലൈറ്റ് ഈസ് ആൻ എനർജി എന്നാ പറയുക, ശക്തിയാണ് എന്നാ പറയുക, ഊർജം ആണ് എന്നാ പറയുക. എന്നാൽ പ്രകാശത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ഇരുളിനും അവിടെ അവകാശമില്ല. പിന്നീട് ഒരു ഇരുളിനും അവിടെ നിൽക്കാൻ സാധ്യതയില്ല. പ്രകാശം വരുമ്പോൾ ഇരുട്ട് വഴിമാറി കൊടുക്കുകയാണ്, മറയുകയാണ്, ഇല്ലാണ്ടാവുകയാണ്. ഇരുട്ടിനെ നശിപ്പിക്കാനായിട്ട്, ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പ്രകാശത്തിന്റെ ശക്തിയുടെ രഹസ്യം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ക്രിസ്തുവിന്റെ പ്രകാശമായിട്ട് തീരുവാൻ, തിരുസഭയിൽ നമുക്കറിയാം, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് ബഹുമാനപ്പെട്ട വൈദികൻ ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിലേക്ക് പകരും. ജ്ഞാനസ്നാന മാതാപിതാക്കള് ആ തിരിയുടെ വെളിച്ചത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. സഭ ആ വെളിച്ചത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. പറയും, ഈ പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർ പ്രകാശം നൽകുക എന്നുള്ളത്, പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. സ്വയം പ്രകാശമായി തീർന്ന് മറ്റുള്ളവർക്ക് പ്രകാശമാകുക എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്ത ഇതാണ്. ഈശോ പറയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞിട്ട് ഈശോ പറയാണ്, നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാണ്. ലോകത്തിന്റെ പ്രകാശമായ ദൈവം നമ്മളോട് പറയാണ്, നീ ഇത് അവകാശപ്പെടുത്തണം, നീ പ്രകാശമായി മാറണം. പലപ്പോഴും പ്രകാശം നൽകുന്നതിന് പകരം ഉള്ള പ്രകാശത്തെ കെടുത്തുന്ന
സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പതിക്കാറുണ്ട്. പാപത്തിന്റെ പ്രത്യേകതയാണ്, അതിൻ്റെ ഒരു പരിണിത ഫലമാണ്. പാപം ചെയ്യുന്നവൻ പാപം ചെയ്യുക മാത്രമല്ല, അവൻ ആ പ്രകാശത്തെ തല്ലിക്കെടുത്തുകയാണ് പൂർണ്ണമായിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച വചനത്തിന്റെ തുടർച്ച എന്നോണം പറയട്ടെ. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിന്റെ 26-ാം തിരുവചനം, ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുഗ്രഹിക്കപ്പെടാനുള്ളവരാണ് നമ്മൾ, അനുഗ്രഹമായി മാറേണ്ടവരാണ്. തിന്മയെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളത്, തിന്മയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും, ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും, ഞാൻ 100% ഒരു പാപിയാണ്. എന്നിൽ പാപമുണ്ട്. എന്നിൽ പാപമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ആത്മവഞ്ചകനാണ്, ഞാൻ ക്രിസ്തുവിനെ കള്ളനാക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ നമ്മളെ നോക്കി പറയാണ്, പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മവഞ്ചനയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പാപിയാണെന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. എന്നാൽ ക്രിസ്തു എന്നെ വീണ്ടെടുത്തു, എന്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിച്ച് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജീവിച്ച് ആ പ്രകാശമായി തീർന്ന്, അങ്ങനെ തീരണമെങ്കിൽ ഒരു മെഴുകുതിരി പോലെ പ്രകാശമായി ഉരുകി കത്തി എരിഞ്ഞമരണം. അതാണ് സഹനത്തിന്റെ സുവിശേഷം, സമർപ്പണത്തിന്റെ സുവിശേഷം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീർണതയുടെ, പാപത്തിന്റെ ജീർണതയിലൂടെ, എല്ലാ മൂല്യച്യുതിയിലൂടെ പോയിട്ടുള്ളവരാണ്. സംശയം വേണ്ട. ഞാൻ പാപിയാണെന്ന് പറയുന്നതിൽ യാതൊരു മടിയില്ല. അത് ലജ്ജിക്കാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കരുതുന്നില്ല. മറിച്ച് വീണിട്ടും എന്നെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് എന്നെ പിടിച്ചുയർത്തുന്ന കർത്താവിലാണ് എൻ്റെ ആശ്രയം. എന്റേതാണ് നീ, ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് മറുവിലയായി, എൻ്റെ ഘോര പാപങ്ങൾക്ക് മറുവിലയായിട്ട് കുരിശിൽ അവൻ മറുവില കൊടുത്ത് വീണ്ടെടുത്തവനാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് എന്നെ വീണ്ടെടുത്ത് അവനോടൊപ്പം പരിഹാര ബലിയാകുവാനായിട്ടുള്ള എൻ്റെ ജീവിതത്തിന്റെ വിളി ഞാൻ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വെളിച്ചമായി മാറാൻ, ഉരുകി മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചമായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനേകം ആൾക്കാർ ഒരുപാട് നിരാശയിലും വിഷമതയിലും പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, പറ്റിപ്പോയി, പെട്ടുപോയി, വീണ്ടെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിനി ഉണ്ടാകില്ല എന്ന്. പാപത്തിന്റെ കഠിനതയാണ് നിന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ആസക്തിയുടെ, ആ തഴക്കദോഷത്തിന്റെ ആ ഒരു മാത്സര്യം, നിന്റെ ശരീരവുമായിട്ട് നീ നടത്തുന്ന ആ മത്സരത്തിൽ നീ തോറ്റുപോകുമ്പോൾ തോന്നുക, വിട്ടേച്ചു പോവുക, ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് നീ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ കാൽവരി കുരിശിലെ ഈശോയിലേക്കൊന്ന് നോക്കണം. നിനക്ക് മറുവിലയായിട്ട് നിന്റെ ആ കഠിനമുള്ള പാപമില്ലേ, ആ കാഠിന്യമേറിയ തഴക്കദോഷമില്ലേ, എന്റെ ആ കാഠിന്യമേറിയ തഴക്കത്തിനും പാപത്തിനും പരിഹാരമായിട്ട് ഈശോ കുരിശിൽ കൊടുത്ത വില, ആ വില നീ മാനിക്കണം. ആ വിലയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഈശോയുടെ ഉദ്ധാനമല്ല, അവൻ ദൈവമാണ്. മരിച്ച് അവൻ ഉദ്ധാനം ചെയ്യാൻ അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. അവനെല്ലാം സാധ്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. ഈശോയുടെ ഉദ്ധാനമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാവോ? ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം മീൻ പിടിക്കാൻ പോയ പത്രോസിന്റെ വള്ളത്തിലേക്ക് ചെന്ന് മീൻ കിട്ടാതിരുന്ന അവരെ വിളിച്ചിട്ട് ചോദിക്കുന്ന, മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? മക്കളെ എന്നാ വിളിക്കുക, കുഞ്ഞുങ്ങളെ എന്നാ വിളിക്കുക. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക. സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, അത് ക്രിസ്തുവാണെന്ന് അവരറിഞ്ഞില്ല. ക്രിസ്തുവാണത് എന്ന്, അത് കർത്താവാണ് എന്ന് യോഹന്നാൻസ്ലിയെ വിളിച്ചു പറയുമ്പോൾ പത്രോസ് ചാടുക എന്ന് പറയാ വെള്ളത്തിലേക്ക്. കാരണം നഗ്നനായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പഴയ നിയമത്തിലും തങ്ങള് നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ രണ്ടുപേരുണ്ട്, ആദവും ഹവ്വായും. പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ നഗ്നനാണ്, ഞാൻ മറയില്ലാത്തവനാണ് എന്ന തിരിച്ചറിവ്.
പാവം നൽകുന്നതാണ്. പത്രോസിന് ബോധം ഉണ്ടായി, വെള്ളത്തിൽ ചാടി എന്ന് പറയാം. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ക്രിസ്തുവിന്റെ ഉദ്ധാനമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ഒരു അത്ഭുതങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല, എന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടില്ല. കാരണം ഹീസ് ഗോഡ്, അവൻ ദൈവമാണ്, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റാരും പ്രവർത്തിക്കാനാ. എന്നെ അത്ഭുതപ്പെടുത്തിയത് തള്ളിപ്പറഞ്ഞിട്ടും തന്നെ ഒറ്റപ്പെടുത്തി ഓടിക്കളഞ്ഞിട്ടും അവരുടെ അടുക്കലേക്ക് തിരിച്ചെന്ന ക്രിസ്തുവാണ്. അവരെ അന്വേഷിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ അടുക്കലേക്ക് അവരെ അന്വേഷിച്ചിറങ്ങി ചെല്ലുന്ന ക്രിസ്തുവാണ്. ക്ഷമയോടെ, സ്നേഹത്തോടെ, കരുതലോടെ, പരിഭവങ്ങളില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ അവരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്ന ക്രിസ്തു. എന്നെ നിങ്ങൾ അത്ഭുതപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. നമ്മൾ കുറവുകൾ ഉണ്ടാകാം, വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. പരിഭവം കൂടാതെ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ തുടങ്ങാം. നാളെ കരുണയുടെ തിരുനാളാണ്. നാളത്തെ ദിവസം നമുക്ക് കൂടുതൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നാളെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ലൈവായിട്ട് കരുണയുടെ ജപമാല ചൊല്ലണമെന്ന്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ ആ സമയം നിങ്ങൾക്കിടാം. ഓരോ വിഷയത്തിനും ഓരോ കരുണക്കൊന്ത ചൊല്ലണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഓരോ വ്യക്തിക്ക് വേണ്ടിയും. നിങ്ങൾക്ക് ഇതിനു ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻബോക്സിൽ അയക്കാം. പ്രത്യേകം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം മറ്റുള്ളവരുമായിട്ട്. നാളെ പകൽക്കാലം മുഴുവനും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ രാജ്യത്തിന് വേണ്ടിയും ലോകം മുഴുവൻ വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും തേടി വരുന്ന ക്രിസ്തു നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.